ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ സമൂസ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കണ്ടേ. നമ്മുടെ വീട്ടിലൊക്കെ സമൂസ ഷീറ്റ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിച്ചിരിക്കണ്ട. നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും ഉണ്ടാവുന്നൊരു ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ തമ്പലയം കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂലേ, വേറെ ഒന്നല്ല പപ്പടം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഇതേ ഞാൻ ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് പപ്പടം ആയാലും കുറച്ച് വലുപ്പമുള്ള പപ്പടം എടുത്താൽ മതി എന്നുള്ളൂ കേട്ടോ. ചെറിയ പപ്പടം എടുക്കാണ്ട് റൗണ്ട് കുറച്ച് വലുപ്പമായിട്ടുള്ളത് എടുക്കുക. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പപ്പടം എടുക്കുക. ചിലത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുരുട്ടി കൊടുക്കുന്ന ടൈമിൽ അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊരു സോഫ്റ്റുള്ള പപ്പടം തന്നെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല വലുപ്പമുള്ളൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പപ്പടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും വലുപ്പമുള്ളത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുക്കുകയായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പപ്പടമാണ് കേട്ടോ. ഈ പപ്പടം ഇങ്ങനെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതെ ഇങ്ങനെയാണ് നമ്മളത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കും കൂടി വേണം. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മൈദ ഒന്നും കൂടി ഒന്ന് കലക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഈ സൈഡിലൊന്നിങ്ങനെ മൈദ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. വെള്ളം കൊണ്ട് ഒട്ടിച്ചാലും ഒട്ടും, പക്ഷെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ അത് ശരിയായില്ല, വിട്ട് വരും. അപ്പോൾ നമ്മൾ മൈദ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 4 പീസ് ചിക്കനാണ് കേട്ടോ. എല്ലില്ലാത്ത ചിക്കനാണ്. അതൊന്ന് കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചെടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു വലിയൊരു സബോളയാണ് കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സബോളയൊക്കെ നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഒന്ന് കടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സബോള ജസ്റ്റ് ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വെന്താൽ മതി കേട്ടോ, നല്ലോണം അങ്ങോട്ട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ. വളരെ കുറച്ച് മതി കേട്ടോ, അധികമൊന്നും വേണ്ട കേട്ടോ. അത് ചേർത്ത് കൊടുക്കുക. അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ, വല്ലാണ്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആയാലും ക്യാരറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഇത് ഇട്ടിട്ട് വേവിച്ച കാരണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി. പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷേ കുട്ടികളുള്ള വീട്ടിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാതിരിക്കുക നല്ലത് കേട്ടോ. ഇവിടെ മക്കളുള്ള കാരണം കൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അതിന് ബദലാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അധികം എരിവൊന്നും നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് ചിക്കനിലേക്കൊന്ന് പിടിച്ച് വരുന്ന രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലയുടെ ഒരു കൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റി അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇനി ഒന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനിത് പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. അത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ലൂസാകേണ്ട, അധികം കട്ടിയാവേണ്ട, ആ രീതിയിൽ വേണം ഇതൊന്ന് ഇളക്കിയെടുത്തത് കേട്ടോ. എന്നിട്ട് നടുവൊന്നിങ്ങനെ മടക്കി കൊടുത്തിട്ട് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കത്രിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പപ്പടം നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല വെള്ളത്തിലാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ വെള്ളത്തിലിടുമ്പോൾ നമ്മളത് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതേപോലെ മൈദ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എത്ര ആവശ്യം വരുന്ന അതിനനുസരിച്ച് പപ്പടം എടുത്തിട്ട് ഈ രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഏകദേശം കുറച്ചങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ബാക്കിയുള്ളതും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു 5-6 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാൻ അങ്ങനെ ചെയ്ത് അവിടെ വെച്ചിരുന്നുണ്ട് കേട്ടോ. ഇതേ എല്ലാതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറേ അങ്ങോട്ട് ഫില്ലിങ് വെച്ച് നമുക്ക് നിറയ്ക്കാനൊന്നും പറ്റില്ല, ചെറിയൊരു ഷീറ്റാണല്ലോ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സമൂസ ചെറിയ സമൂസയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. അങ്ങനെ ഞാൻ അത് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് മൈദ കലക്കിയത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതൊന്ന് അമർത്തി കൊടുത്തിട്ട് അവിടെ നിന്ന് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കും ചെയ്യും. നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് അത് അങ്ങോട്ട് തുറന്ന് വരില്ല കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് അത് അങ്ങോട്ട് തുറന്ന് വരും, മസാല മുഴുവൻ എണ്ണയിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ മൊത്തത്തിൽ ഞാനിതേവിടെ എല്ലാതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല എണ്ണ ചൂടായിരിക്കുകയാണ്, എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പപ്പട ആയ കാരണം കൊണ്ട് തന്നെ എണ്ണ ചൂടായതിൻ്റെ ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഉള്ളിലത്തെ ഫില്ലിങ് ആയാലും നല്ലപോലെ വെന്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പപ്പട ആയ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഇതെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ 2 ഇട്ടു, പിന്നെ വിചാരിച്ചു കുറച്ച് അധികം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അധികം വലിയ ചട്ടിയൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ 3 വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കതങ്ങോട്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലാണ്ട് തീ കൂട്ടി വെക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കരിഞ്ഞു പോവേ. അങ്ങനെ ഇതേ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതേപോലത്തെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതേ മൊത്തത്തിൽ ഞാൻ സമൂസയ്ക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്കിത് പപ്പടത്തിൻ്റെ ഒരു ടേസ്റ്റ് പോലും നമുക്കിതിൽ തോന്നുന്നില്ല കേട്ടോ ഇത് കഴിക്കുമ്പോഴായാലും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ. അസ്സലാമു